ഞാൻ എന്നും പള്ളിയിൽ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അധികം വരാറില്ല. കർത്താവിനെ കൂടുതൽ അറിയുന്ന സമയത്താണെങ്കിൽ പോലും അനുഗ്രഹങ്ങൾ ഭയങ്കര വൈകി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീൻ ഉണ്ടോ? ഇങ്ങനെയൊക്കെ കുറേ പേര് എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ കമൻസിൽ വന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പലപ്പോഴും കർത്താവിനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും അനുഗ്രഹങ്ങൾ വൈകി വരുന്നതായിട്ട്, അല്ലെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കുന്നില്ലേ എന്ന് വരെ തോന്നുന്ന ചില സന്ദർഭങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ചിലർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇതിന് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കർത്താവ് അനുഗ്രഹിക്കാത്തത് കൊണ്ടല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റേണ്ട കുറച്ച് നെഗറ്റീവ് ഹാബിറ്റ്സുകളുണ്ട്, ദൈനംദിന ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ തന്നെ അനുഗ്രഹങ്ങൾ തരാനിടയാകും. അപ്പോൾ അതെന്തൊക്കെയാണ് ആ നെഗറ്റീവ് ഹാബിറ്റ്സുകൾ? എങ്ങനെയാണ് ബൈബിൾ വചനത്തിലൂടെ, ക്രിസ്തീയ വചനത്തിലൂടെ, ദൈവവചനത്തിലൂടെ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത് പരാതിപ്പെടുന്നതും നിഷേധാത്മകമായിട്ട് സംസാരിക്കുന്നതും. യൂസിങ് നെഗറ്റീവ് സ്പീച്ച് ആൻഡ് കംപ്ലൈനിങ്. നമ്മൾ ഭയങ്കര നിസ്സാരമായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. കംപ്ലൈൻ ചെയ്യുന്നതും അതേപോലെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും ഭയങ്കരമായിട്ട് നമ്മളെ നശിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ശീലങ്ങളാണിത്. അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഇസ്രയേൽ ജനത്തിന് മരുഭൂമിയിൽ കർത്താവ് ഭക്ഷണവും വെള്ളവും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും അവർ നിരന്തരമായിട്ട് പിറുപിറുത്തു, കംപ്ലൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പം അവർക്ക് വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിക്കാൻ കർത്താവ് അധികാരം കൊടുത്തില്ല. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 27 തൊട്ട് 29 വാക്യങ്ങളിൽ നിങ്ങൾക്ക് വായിച്ചാൽ ഇത് മനസ്സിലാവും. അപ്പം പരാതിപ്പെടുന്നത് പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് നമ്മളെ അകറ്റാനായിട്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ മാറ്റും. ഈ ഒരു ശീലം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തും. അപ്പം അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് നമ്മൾ നിഷേധകരമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മളെപ്പോഴും ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വീണു പോകരുത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ വായിൽ നിന്ന് നിരന്തരം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ പറയുകയാണ്, ആൾക്കാരോട് കൂടെ കൂടുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു, കംപ്ലൈൻ ചെയ്യുന്നു എപ്പോഴും, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആക്ഷൻസ് അതുപോലെ ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇത് നമ്മുടെ ജീവിതത്തിലും അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം അതുപോലെ ആയിത്തീരും. ഇനി എങ്ങനെയാണ് ഈ ശീലം നമുക്ക് മാറ്റാൻ പറ്റുന്നത്? പിറുപിറുപ്പിന് പകരം നന്ദി തിരഞ്ഞെടുക്കുക. ഫിലിപ്പിയന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പിറുപിറുപ്പും തർക്കവും കൂടാതെ സകലവും ചെയ്യുവീൻ. ഈവൻ ബൈബിളിൽ പോലും പറയുന്നത് അത് നെഗറ്റീവ് ഹാബിറ്റ് ആയിട്ടാണ്, ഈ പിറുപിറുപ്പും തർക്കവും. അപ്പം അത് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ അനുഗ്രഹങ്ങൾക്ക് അത് വഴി ഒരുക്കുകയും ചെയ്യും. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ ലൈഫിൽ ഓക്കെ എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലൈൻ ചെയ്യുന്നതിൽ പകരം ആ സമയങ്ങളിൽ പോലും കർത്താവിനോട് നന്ദി പറയുക. നിങ്ങളുടെ ആത്മാവിനെ കുറച്ചും കൂടെ അവിടുത്തെ ആ വാഗ്ദത്തങ്ങളോട് ചേർത്ത് നിർത്തുകയാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദിയുള്ള ഹൃദയമാണ് ദൈവ സാന്നിധ്യത്തെ ആകർഷിക്കുന്നത്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരും. നന്ദി പറയുന്നത് അനുഗ്രഹങ്ങൾ ഒഴുകി വരാനുള്ള വാതിൽ തുറന്നു തരും. ഇനി രണ്ടാമത്തെ ശീലമാണ് മറഞ്ഞിരിക്കുന്ന പാപത്തിൽ ജീവിക്കുന്നത്. ലിവിങ് ഇൻ ഹിഡൻ സിൻസ്. എന്താണ് ഈ മറഞ്ഞിരിക്കുന്ന പാപം? പലപ്പോഴും നമ്മൾക്ക് മാത്രം അറിയാവുന്ന, വേറെ ആർക്കും അറിയാത്ത, നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പാപങ്ങളുണ്ട്, തെറ്റായ കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മളെ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളെ തടയുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ്. രഹസ്യത്തിലാണ് നമ്മുടെ പാപം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വളരുന്നത്. അതിനുദാഹരണമാണ് സദൃശ്യവാക്യം 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: തൻ്റെ അകൃത്യങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നവന്, അവയെ ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആമേൻ. എന്താണല്ലേ, ബൈബിളിൽ പോലും പറയുന്നുണ്ട് ആ അകൃത്യങ്ങളെ മറയ്ക്കുന്നവൻ ഒരിക്കലും ശുഭം വരത്തില്ല എന്ന്. അപ്പം നമ്മുടെ അനുഗ്രഹത്തെ നമ്മളിലേക്ക് വരാനുള്ള അടുത്ത തടസ്സം എന്ന് പറയുന്നതും നമ്മുടെ ഈ മറഞ്ഞിരിക്കുന്ന പാപങ്ങളാണ്. അപ്പം അതിനെ നിങ്ങൾ എപ്പം ഏറ്റുപറയുന്നുവോ അന്നേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾ വരുത്തുള്ളൂ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ പിശാചിൻ്റെ എൻട്രി വരുന്നത്. അത് നമുക്ക് ഒരു ഭാവം നമുക്ക് തരും, ലജ്ജ.
അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യും, അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും. അപ്പോൾ നമ്മൾ വി ഫീൽ അഷെയിം. അപ്പോൾ അത് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ തെറ്റുകൾ തുറന്നു പറയാതിരിക്കും. അപ്പോൾ ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിലേക്ക് വെച്ച് തരിക എന്നുള്ളതാണ് പിശാചിൻ്റെ മെയിൻ റോൾ. അപ്പം ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, ഇതിന് ഭയങ്കര ദൂരമുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും മിണ്ടാതെ ആ അവസ്ഥയിൽ കൂടി കടന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് വീണ്ടും വീണ്ടും നമ്മളെ കുടുക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ മതി, പാപം എത്ര കാലം നമ്മൾ മറച്ചു വെക്കുന്നുവോ അത് വീണ്ടും വീണ്ടും ശക്തമായിക്കൊണ്ടേയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റുന്നത്? വഴി ഭയങ്കര സിമ്പിളാണ്. ഏറ്റുപറച്ചിലും മാനസാന്തരവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറഞ്ഞാൽ, മാനസാന്തരപ്പെട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഈ ലോകത്തുള്ളൂ. പലപ്പോഴും നമ്മൾ മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും ഒന്ന് ഏറ്റുപറഞ്ഞാൽ ഭയങ്കര നിസ്സാരമായിട്ട് തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആദ്യം കർത്താവിനോട് ഏറ്റുപറയും. എന്ത് തെറ്റും ആയിക്കോട്ടെ, അത് ചെറിയ തെറ്റായിക്കോട്ടെ വലുതും ആയിക്കോട്ടെ, കർത്താവിനോട് ആദ്യം തുറന്ന് പറയുക. കർത്താവ്, ഞാനിങ്ങനെ ചെയ്തു പോയി, വീണ്ടും ആ പാപത്തിൽ അകപ്പെടാതെ വണ്ണം അതിനായിട്ട് എന്നെ പ്രേരിപ്പിക്കരുത്, ഇനി അങ്ങനെ ചെയ്യാനായിട്ട് എന്നെ ഇടയാക്കരുതെന്ന് കർത്താവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുക. അതിനാദ്യം നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക. അതിനുശേഷം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് അത് ഏറ്റുപറയുക. അത് ഏറ്റുപറയുമ്പോൾ നിങ്ങൾക്ക് ആ പാപം ചെയ്യാതിരിക്കുക. അവിടെ നിന്നൊരു വിടുതൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മാനസാന്തരപ്പെടുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം മുതൽ നമ്മുടെ പല ചങ്ങലകളും പൊട്ടിത്തുടങ്ങും. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ഒഴുകി തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മെയിൻലി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വല്ല പാപമായിക്കോട്ടെ, കർത്താവിനോട് അത് ഏറ്റുപറഞ്ഞത് തുറന്നു പറയുമ്പോൾ അത് എത്ര പാപമായാലും കരുണ കൊണ്ട് അപ്പൻ അത് മറയ്ക്കും. അതുകൊണ്ട് ഇനിയും ജീവിതത്തിൽ അകൃത്യങ്ങളെ, ആ ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അകൃത്യങ്ങളിൽ നിങ്ങൾ ജീവിക്കാതെ അതിനെ പുറത്തു കൊണ്ടുവന്ന് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പുതിയൊരു ജീവിതം നയിക്കുക. ഇനി അടുത്ത ശീലം എന്താ നോക്കിയാലോ? മൂന്നാമത്തെ ശീലമാണ് ക്ഷമിക്കാതിരിക്കുക. ഹോൾഡിങ് ഓൺ ടു അൺഫോർഗീവ്നെസ്. ഈ ലോകത്ത് ശത്രുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്നത്. എന്താണ് ക്ഷമിക്കാതിരിക്കുക എന്ന് പറയുന്നതിനറിയോ? നമ്മൾ എന്നും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകുന്നവരൊക്കെയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ചെറിയ തെറ്റിന് നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട്സിനോട്, അയൽവാസികളോടൊന്നും നമുക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഉപയോഗം? അതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഒക്കെ തടസ്സമാകുന്നത്. ഈവൻ ബൈബിളിൽ പോലും കർത്താവ് നമുക്കതിനൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എന്ന്. ഓൾറെഡി അപ്പനത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനുഷ്യരോട് അവരുടെ പാപങ്ങൾക്ക് ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ച് തരത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ഇരുന്നിട്ട് കർത്താവെ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ എന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കണം. അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ കൂടുതൽ വളർത്തുന്നത്. ഈ ലോകത്ത് നമുക്ക് നമ്മുടെ ശത്രുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ ലൈഫിൽ ഒരുപാട് വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്, അത് ഈ ആളുകൾ മൂലമാണ്. പക്ഷെ അവരുടെ പാപങ്ങൾ കർത്താവ് എന്താ ക്രൂശിൽ കിടന്നപ്പോൾ പ്രാർത്ഥിച്ചത്? അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്നല്ലേ പ്രാർത്ഥിച്ചത്? അതുപോലെ നമുക്കും നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കൈകളിൽ അവരെ ഏൽപ്പിക്കുക. ചിലപ്പം ക്ഷമ അർഹിക്കുന്നത് കൊണ്ടായിരിക്കത്തില്ല നിങ്ങൾ ക്ഷമിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്ഷമിക്കുന്നത്. അത് നിങ്ങൾ അർഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ശീലം നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷമ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും അതേപോലെ അനുഗ്രഹവും കൊണ്ടുവരും എന്നുള്ളതാണ്. എപ്പോഴും ആലോചിച്ചാൽ മതി. ഇംപേഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരിക്കലും സമാധാനം കിട്ടത്തില്ല. എല്ലാത്തിനും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ എപ്പം നമ്മൾ ക്ഷമയോടിരിക്കുന്നുവോ, ക്ഷമ കാണിക്കുന്നുവോ, അവിടെ നമുക്ക് ഭയങ്കര സമാധാനം. ഓൾവേസ് പേഷ്യൻസ് ഗിവ്സ് യു പീസ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ദെയർ ബൈ ബ്ലെസ്സിങ്സ്. അവിടെ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് വഴി ഒഴുക്കുകയും ചെയ്യും. നാലാമത്തെ ശീലം, പ്രാർത്ഥനയും ദൈവവചനവും അവഗണിക്കുന്നത്. നെഗ്ലെക്റ്റിംഗ് പ്രെയർ ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. പല വിശ്വാസികൾക്കും ദൈവത്തോട് ഭയങ്കര സ്നേഹമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ പതുക്കെ നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ നിന്ന് ആത്മീയമായ വരൾച്ചയിലേക്ക് പോകാറുണ്ട്.
എങ്ങനെയാണെന്നറിയോ ഇത് തിരിച്ചറിയുന്നത്? പലപ്പോഴും നമ്മളാകെ കർത്താവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലേ? ദൈവവചനം വായിക്കുമ്പോൾ, ദൈവത്തോട് സമയം ചെലവഴിക്കുന്നത് കൂടുതൽ സമയം ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയം കുറയുമ്പോഴേ നിങ്ങൾ വിചാരിച്ചോ അവിടെ അത് പിശാചിൻ്റെ പദ്ധതിയാണ്. അപ്പം പിശാച് ചിലപ്പം അത് നമ്മുടെ ലൈഫിലേക്ക് തരുന്നത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടായിരിക്കത്തില്ല, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നുകൊണ്ടായിരിക്കും. നമുക്ക് കൂടുതൽ എൻഗേജ് ആവാനുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് എന്താ, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നതും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതും ഒക്കെ കുറയാനായിട്ട് തുടങ്ങും. അപ്പോഴേ നിങ്ങൾ വിചാരിച്ചു അത് പിശാചിൻ്റെ പദ്ധതിയാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് ഒരു ഹാബിറ്റിൽ നിന്ന് അത് വല്ലപ്പോഴും സമയം കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? റോമർ 10:17 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ദൈവവചനമില്ലാത്ത നമ്മുടെ ജീവിതം, നമ്മുടെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഉപ്പില്ലാത്ത കറി പോലെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവവചനത്തെ പറ്റി യാതൊരു ധാരണയില്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? എങ്ങനെ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റും? വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ വളരെ ഇമ്പാക്റ്റ് തരുന്ന ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തോടൊപ്പം ദിവസവും നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന് മുൻഗണന കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക ദൈവത്തിന്. അതിപ്പം ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുപോവുക, ഒരു റൊട്ടീൻ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഞാൻ രാവിലെ എണ്ണിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം ഞാൻ പ്രാർത്ഥിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു അതിനായിട്ട് സമയം ഒരുങ്ങുന്ന ആ സമയം അതിനായിട്ട് തന്നെ കൊടുക്കുക. അങ്ങനെ ദൈവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൂട്ടാനായിട്ട് നോക്കുക. പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരാനായിട്ട് നമ്മളെ വഴിയൊരുക്കും. അത് നമ്മുടെ ചുവടുകളെ നിരപ്പാക്കും. എപ്പോഴും ആലോചിക്കുക, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. പ്രാർത്ഥനയും ദൈവവചനവും നമ്മൾക്കായിട്ട് ഇതിനകം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് ശരിയായ സ്ഥാനത്ത് നമ്മളെ നിലനിർത്തുന്നു. അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകുന്ന അവസാനത്തെയും 5-ാമത്തെയും ശീലം, സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നത്. റിലയിങ് ഒൺലി യുവർ ഓൺ സ്ട്രെങ്ത്. ഏറ്റവും സൂക്ഷ്മമായ കെണികളിൽ ഒന്നാണ് ഈ സ്വയം ആശ്രയിക്കൽ എന്ന് പറയുന്നത്. ഞാനിവിടെ സെൽഫ് ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടല്ല കേട്ടോ പറയുന്നത്, അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ള ഒരു സ്വഭാവത്തെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ പാപങ്ങൾ ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്, അല്ലേ? ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകാൻ പറ്റും എന്നുള്ള ഒരു കള്ളം അവിടെ പിശാച് ഉപയോഗിച്ചു. ആ സെയിം കള്ളം തന്നെയാണ്. അപ്പം നമ്മളെ കൊണ്ട് എന്തും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നുള്ള കാര്യം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വരുമ്പോഴേ ആലോചിക്കുക. അവിടെ പിശാച് നമ്മളെ ഒരുക്കുകയാണ്, ആ ഒരു വീഴ്ചയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വീഴുന്നതിന് തടസ്സമാകും. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നമ്മളിൽ മാത്രം ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അമാനുഷികമായ സഹായത്തെ നമ്മളെന്താ പുറത്താക്കുകയാണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. എന്താണല്ലേ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വഴികളെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുക, അപ്പം നമ്മുടെ പാതകൾ അവൻ നേരെയാക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് കർത്താവ് തരുന്നത്. അപ്പം നമ്മുടെ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ക്ഷീണിതരായിട്ട് മാറും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് എപ്പോഴും നമ്മുടെ പാതകൾ നിരപ്പാക്കുകയും നമ്മളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി ഇതിനെന്താണ് പരിഹാരം? സമർപ്പണം, സറണ്ടർ. എല്ലാ കാര്യങ്ങളുടെയും ഫലം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ലൈഫിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്കൊരു പ്ലാൻ കാണും, അല്ലേ? അതേപോലെ തന്നെ ആ പ്ലാൻ നടക്കാതിരിക്കാൻ കുറച്ച് ഫിയറും കാണും, കുറച്ച് ഭയവും കാണും. ഇത് രണ്ടും കർത്താവിൽ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ ആ ഭയവും അതേപോലെ നമ്മുടെ പദ്ധതിയും കർത്താവിൽ സമർപ്പിക്കുക. എൻ്റെ ജീവിതവും എൻ്റെ ഭാവിയും ഞാൻ അപ്പൻ്റെ കയ്യിൽ തരികയാണ്. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾക്ക് വേണ്ടത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് തരും. നമ്മുടെ ശക്തി അവസാനിക്കുന്നത്
ആരംഭിക്കുന്നിടത്താണ് കർത്താവിൻ്റെ ശക്തി ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഈ ശീലങ്ങളെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഇത് പറയാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് പരാതിപ്പെടുന്നത് ദൈവത്തിൻ്റെ നന്മ കാണുന്നതിൽ നിന്ന് നമ്മളെ മറയ്ക്കുകയും പക്ഷെ നന്ദി പറയുന്നത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് വഴി ഒരുക്കുകയും ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മറഞ്ഞിരിക്കുന്ന പാപത്തെ പറ്റിയിട്ടാണ്. മറഞ്ഞിരിക്കുന്ന പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, പക്ഷെ ഏറ്റുപറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുണ കൊണ്ടുവരുന്നു. അതിലൂടെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ വഴി ഒരുക്കുന്നു. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കാതിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ അത് ബന്ധിക്കുന്നു. നന്മ കാണിക്കുന്നത് അല്ലെങ്കിൽ ക്ഷമ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ഇനി പ്രാർത്ഥനയും ദൈവവചനവും അവഗണിക്കുന്നത് നമ്മുടെ ആത്മാവിനെ ദുർബലമാക്കും, പക്ഷെ ദിവസവും ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം നമ്മളെ കൂടുതൽ ശക്തരാക്കും. അഞ്ചാമത് നമ്മൾ പറഞ്ഞത് സ്വയം ആശ്രയിക്കുന്നത് നിങ്ങളെ തളർത്തുന്നു, പക്ഷെ സമർപ്പണ മനോഭാവം ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഇടയാക്കും. ഈ ശീലങ്ങൾ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് മാറ്റുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയാകും. ലാസ്റ്റിൽ ഒരൊറ്റ വചനം കൂടെ ഞാൻ പറഞ്ഞത് നിർത്തുകയാണ് കേട്ടോ. യെരമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു പദ്ധതിയുണ്ട്. അതൊരിക്കലും തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ അതിൽ കർത്താവിനെ സമർപ്പിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഇടയാകട്ടെ. അങ്ങനെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.